ഖബറിൽ കിടന്നുകൊണ്ട് ഖബറാളിയുടെ ദീനരോധനത്തോടെയുള്ള വിളിയാണ്, യാ റസൂലല്ലാഹ്, അഗ്നി കുണ്ടാരത്തിലാ കിടക്കുന്നത്, കൈപിടിക്കണേ നബിയേ എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖബറാളി വിളിക്കുമ്പോൾ ഫഇദാ റഹിംത വഅൻത ഉമ്മൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ. അവിടുന്ന് കാരുണ്യത്തിന്റെ പടം വിരിച്ചാൽ ഉമ്മയും വാപ്പയുമാണ് നബിയേ. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ആ സമയത്ത് സ്വഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, മദീനയിലുള്ള ആളുകൾ മുഴുവനും ഒന്ന് ഖബർസ്ഥാനിലേക്ക് വരാൻ പറയണം. അനൗൺസ്മെന്റ് നടത്തിയിട്ട് ആളുകൾ മുഴുവനും ഖബർസ്ഥാനിലേക്ക് വരുന്നു. അവരവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നു. പക്ഷേ ഈ ഖബറിന്റെ അടുക്കൽ മാത്രം ആരും വരുന്നില്ല. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എനിക്കും നിങ്ങൾക്കും ആത്മബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. അപ്പൊ ഇങ്ങോട്ട് ഉത്തരവാദിത്തമുള്ള നേതാവാണ്. അനുയായികളിൽപ്പെട്ട ഒരാള് ഖബറിൽ കിടന്ന് കരയുമ്പോ അതുപേക്ഷിച്ചിട്ട് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതാ കുറെ കഴിഞ്ഞപ്പോ ഒരു കിഴവി വരുന്നു. ഇരുന്നും നടന്നും കുഴങ്ങിയും പിച്ച വെച്ച് മെല്ലെ മെല്ലെ ഒരു വടിയിൽ താങ്ങിയിട്ട് കടന്നു വരുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശങ്ങളോടെ അവിടുത്തെ നേത്രം നനഞ്ഞൊലിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ മാതാവ് ഈ ഖബറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്, അല്ലയോ ഉമ്മ, ഇതാരുടെ ഖബറാണ്? ഉടനെ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖബറു ഫിൽദതി കബിദി, എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുമോന്റെ ഖബറാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അവൻ മരണപ്പെടുന്ന സമയത്ത് ഉമ്മയ്ക്ക് തൃപ്തിയുണ്ടായിരുന്നോ? ഇല്ല നബിയേ, അവൻ കുടിച്ച് മത്തനായി വന്ന് എന്നെ അടിച്ചിട്ടെനിക്ക് പരിക്ക് പറ്റി. ആ സമയത്താണ് അവൻ മരിച്ചുപോയത്. അന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് പൊരുത്തമില്ലെന്ന്. എന്റെ പ്രീതിയില്ലാത്ത സമയത്താണ് അവൻ മരണപ്പെട്ടത്. ഒന്ന് പുറത്തു കൊടുക്കുമോ ഉമ്മ? ഇല്ല നബിയേ, അതുമാത്രം പറയരുത്. ഇവിടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ വരി ആഴം കാണുന്നത്. ഇദാ റഹിംത ഫഅൻത ഉമ്മൻ അം അബൂ, അവിടുന്ന് കാരുണ്യം ചെയ്താൽ ഉമ്മയും ഉപ്പയുമാണ് എന്ന് പറഞ്ഞു നിർത്തിയ വരിയല്ലല്ലോ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയിലും വാപ്പയിലുമില്ലാത്ത അത്ര കരുണ മാതാപിതാക്കൾ നൽകുന്നതിനേക്കാൾ വലിയ കരുണ, ഉമ്മയും ഉപ്പയും നൽകുന്നതിനേക്കാൾ വലിയ വാത്സല്യം. ആ വാത്സല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നൽകിയിട്ട് പറയുന്നു, ഉമ്മ, ഖബറിൽ നിന്നൊന്ന് കാതോർക്കണം ഉമ്മ. അപ്പോഴാണ് വിളിക്കുന്നു, അൽ
റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഓ നബിയെ സഹായിക്കണം, ഓ നബിയെ അവിടുന്ന് ഏറ്റെടുക്കണം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. നാളെ നരകത്തിൽ നിന്ന് കാക്കുന്ന നബി, മാതാപിതാക്കൾ കൈയൊഴിയുന്ന സമയത്ത് കൈനീട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഒന്ന് പുറത്തു കൊടുക്കണം ഉമ്മ. ഉമ്മ പറയുന്നു ഇല്ല. വീണ്ടും ഔദാര്യം തേടിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഉമ്മ പുറത്തു കൊടുത്തപ്പോൾ ഖബറിൽ നിന്ന് പ്രതികരണം വരുന്നു, ജസാകല്ലാഹു യാ റസൂലല്ലാഹ്. അവിടത്തേക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ നബിയേ. ഈ സംഭവം അത്യുക്തിയുള്ള സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ആളുകളുടെ ഖബറിൽ നിന്ന് അവസ്ഥകൾ കണ്ടിട്ട് ആ ഖബറുകളുടെ മേലെ ഈത്തപ്പനയുടെ മടല് കീറി വെച്ചിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ ഒരുപാടുണ്ട്.